ജാനകി എന്ന വ്യക്തിയായിട്ട് ജാനകി ഒന്നുമില്ല, ഓൺലി സിംഗർ. പിറന്നതേ പാടാൻ പിറന്നു, പാടിക്കൊണ്ടേയിരിക്കുന്നു, ഇരിക്കുന്നത് വരെ പാടും വരെ ഇരിക്കും. 6 പതിറ്റാണ്ടിലേറെ കാലം ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ തന്റെ സ്വരമാധുര്യം കൊണ്ട് വിസ്മയിപ്പിച്ച മഹാപ്രതിഭ. കഥാപാത്രത്തെക്കുറിച്ച് സംവിധായകൻ പറഞ്ഞുകൊടുക്കുന്ന ചുരുങ്ങിയ വിവരണങ്ങൾ കേട്ട് കഥാസന്ദർഭം മനസ്സിൽ സങ്കല്പിച്ച് പാട്ടിനെ ഗാനശില്പമാക്കി മാറ്റുന്ന ഭാവഗായിക. മാതൃത്വത്തിന്റെ നനവും പ്രണയിനിയുടെ മനോനിലയും ഒരുപോലെ ഉൾക്കൊണ്ട് പ്രേക്ഷകനെ കോരിതെരിപ്പിക്കുന്ന അനുഗ്രഹീത കലാകാരി. തെക്കിന്റെ സ്വകാര്യ അഹങ്കാരം, നമ്മുടെ സ്വന്തം ജാനകിയമ്മ. 20 ഭാഷകളിലായി 48,000-ലധികം ഗാനങ്ങൾ ഒരാഴ്ചയിൽ പാടിത്തീർത്ത ജാനകിയമ്മ. പാട്ടിന്റെ അർത്ഥം മാത്രം അറിഞ്ഞാൽ അമ്മയ്ക്ക് മതിയാകില്ല. സംവിധായകൻ അരികിൽ ചെന്നിരുന്ന് ഓരോ പദവും എങ്ങനെ ഉച്ചരിക്കണമെന്ന് ചോദിച്ചറിയും. അങ്ങനെ ഭാഷയെ അറിഞ്ഞ് അർത്ഥവും ഉച്ചാരണവും മനസ്സിലാക്കി പാടിയതുകൊണ്ട് തന്നെ ജാനകിയമ്മ എല്ലാ ഭാഷകൾക്കും സ്വന്തമായി. അമ്മ പാടിവെച്ച പല പാട്ടുകളും മറ്റു ഭാഷകളിലേക്ക് മൊഴിമാറ്റി പാടേണ്ടി വന്ന ഗായകർ അമ്മ ഫലിപ്പിച്ചെടുത്ത ഭാവാവിഷ്കാരത്തോട് നീതി പുലർത്താൻ നന്നേ പണിപ്പെട്ടു. അതുകൊണ്ട് തന്നെ അമ്മയുടെ പാട്ടുകളെല്ലാം പുതിയ പാട്ടുകാരുടെ പാഠപുസ്തകങ്ങളാണ്. അവന് പാടാൻ വേണ്ടി ശ്രീകൃഷ്ണ ഈ ദേഹം പഠിച്ചു. മോഡുലേഷൻസ് അതെല്ലാം കൂടെ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല, ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. ജാനകിയുടെ ശബ്ദത്തിന്റെ അപാരമായ റേഞ്ച് ഏറ്റവും വിദഗ്ധമായി പ്രയോജനപ്പെടുത്തിയത് മലയാള സിനിമയാണെന്ന് ആരോ എഴുതിയിട്ടുണ്ട്. ജാനകിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം സമ്മാനിച്ചതും കേരളം തന്നെ. മലയാള സിനിമയ്ക്ക് അവർ അമ്മ തന്നെയാണ്. ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ലപ്പൈങ്കിളി, മലർക്കൊടി പോലെ, ആഴക്കടലിന്റെ അങ്ങേക്കരയിലായി, ഉണ്ണി ആരാരിരോ, തങ്കം വേഗമുറങ്ങിയിലായിരം എന്നീ ഗാനങ്ങളിലൂടെ അവർ മലയാളിയെ പാട്ടുപാടി ഉറക്കി. ഇതേ പാട്ടുകാരി തന്നെ നാഥ നീവരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്ത് ഞാനിരുന്നു എന്ന് പാടിയപ്പോൾ മലയാളികൾ ജാനകിയിലെ കാമുകിയെയും പ്രണയിച്ചു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ മലയാളിയായി ജനിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജാനകി പറഞ്ഞു, എന്തിന്, ഈ ജന്മം തന്നെ ഞാൻ മലയാളിയല്ലേ. എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു നിങ്ങളുടെ ഭാഷയും സ്നേഹവും. ഞാൻ സ്വപ്നം കാണുന്നത് പോലും മലയാളത്തിലാണ്. ജാനകിയമ്മ മരിക്കുന്നില്ല. 6 പതിറ്റാണ്ട് നീണ്ട സംഗീതയാത്ര അവസാനിപ്പിച്ച് അവർ മടങ്ങുമ്പോൾ അവർ ഇരുന്നിടത്ത് ശൂന്യതയില്ല, പാട്ട് മാത്രം. എന്നും എക്കാലവും നമ്മുടെ എല്ലാം ചുണ്ടുകളിലൂടെ ആ സംഗീത ദേവത പാടിക്കൊണ്ടേയിരിക്കുന്നു.